ഹലോ. അപ്പോൾ പതിവ് പോലെ ഇന്നും രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് എറണാകുളം ജില്ലക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. നല്ല ശക്തമായ മഴയായിരുന്നു. അപ്പോൾ ബബ്ലൂസ് രാവിലെ തന്നെ എണീറ്റ് തണുപ്പായതുകൊണ്ട് പയ്യൊക്കെയാണ് ഇപ്പോൾ എഴുന്നേൽക്കാറ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വെയിലളിഞ്ഞപ്പോൾ ഞാൻ തുണിയൊക്കെ കൊണ്ട് ഇട്ടിട്ട് അച്ചിങ് കുടിക്കാനൊക്കെ ഇരുന്ന് അച്ചടിയിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ കുറേ നേരം ബബ്ലൂസ് കളിച്ചുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇട്ടുള്ളൂ. അപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ അമ്മ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അംഗനവാടി ചെല്ലാൻ പറഞ്ഞ് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോട്ടോ സെറ്റൊക്കെ എടുത്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ടീച്ചറും വരില്ലെന്ന്. അപ്പോൾ രാവിലെ ഇപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോം ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതാണ് നമ്മുടെ അംഗനവാടി. ഇവിടെയാണ് ഞാൻ പഠിച്ചത്, എൻ്റെ അനിയത്തി പഠിച്ചത്, ഇപ്പോൾ ബാലമോള് പഠിച്ചത് ഇവിടെയാണ്. അതും കൂടാതെ ഇനി ബബ്ലൂസ് പഠിക്കാൻ പോണതും ഈ അംഗനവാടി തന്നെയാണ്. പോണ വഴികളിലൊക്കെ നല്ല വെള്ളമൊക്കെ ആയിരുന്നു. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. മഴ പെയ്തിട്ട് പിന്നെ വെള്ളം പോകാനുള്ള വഴിയേ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടായി. അതൊക്കെ കൊടുത്ത് ഞാൻ വന്ന സമയത്ത് ബബ്ലൂസ് നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ കുളിക്കാനായിട്ട് റെഡിയായി അച്ചാമ്മടേരെ നിൽക്കുകയാണ് കേട്ടോ. ബബ്ലൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം പോയപ്പോൾ ഒന്ന് പുഴയരികത്തേക്ക് നടക്കാൻ നിന്ന്. ഇത്രയും ദിവസം മഴ ചെയ്തുകൊണ്ട് ബബ്ലൂസിന് പുറത്തിറങ്ങാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പുഴയരികത്തൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. വഴിയൊക്കെ കണ്ടില്ലേ, നിറച്ച് ചെളിയാണ്. അങ്ങനെ അച്ഛയും മോനും കൂടി ആദ്യം നടന്നു പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ രാമനെയും അച്ചാമ്മനെയൊക്കെ കണ്ട്. രാമനെ ഇവിടെയാണ് നമ്മൾ കെട്ടാറ്. ഇവിടെയാണ് നിറച്ച് പുല്ലുള്ളതല്ല, അപ്പോൾ ഇവിടെയാണ് കെട്ടാറ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചൂണ്ടക്കാരും ബോട്ടൊക്കെ കിടപ്പുണ്ടായിട്ടാണ്. ഇപ്പം പിന്നെ എല്ലാ കടവിലും കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ ബോട്ട് നിറഞ്ഞ് ഇപ്പം നമുക്ക് അപ്പുറത്തോട്ടൊന്നും കാണാൻ പറ്റാതെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇതൊക്കെ പോകുമല്ലോ, ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പോകും. അപ്പം നമുക്ക് ഫുള്ളിങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം പോലെ. ഞാനും ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വൈകുന്നേരമൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ മിക്കപ്പോഴും ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് പോകുമായിരുന്നു, ബാലമോളും ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ ഇപ്പോൾ വഴി നിറയെ ചെളിയൊക്കെ നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പോവാറില്ല. ഇന്നും മഴ ഒഴിഞ്ഞപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ശാന്തമായിട്ട് കിടക്കണമായിരുന്നു. കാറ്റൊന്നുമില്ല, നല്ല ഓളങ്ങളൊന്നും ഇല്ലാണ്ട് പുഴയൊക്കെ നല്ല ശാന്തമായിട്ട് കിടക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലോട്ട് വന്നിട്ടാണ്. വീട്ടിൽ കയറിയത് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല വർത്താനമായിരിക്കും. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 മോം ടു ബീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. അപ്പോൾ ബബ്ലൂസ് എല്ലാവരെയും നോക്കി നല്ല ചിരിയായിരുന്നു കേട്ടോ, പരിചയമുള്ള പോലെ. ഇങ്ങനെ അവർ പോകാനിറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ കാണാം.